ഇത് 80 കാലങ്ങളിൽ വന്ന ഒരു സാനിയോയുടെ 3-in-1 ആണ്. ഇത് രണ്ട് സ്പീക്കർ, അടുപ്പിൻ്റെ 2 സ്പീക്കറാണ്. ഇത് സ്പീക്കർ ഓവൽ ടൈപ്പാണ്. ഓവൽ ടൈപ്പ് സ്പീക്കറാണ് 6 ഇഞ്ച്. പിന്നെ ഇതിൻ്റെ മെക്കാനിസം കാറ്റടിച്ച് ഇത് റെക്കോർഡ് കാറ്റടിച്ചിൻ്റെ പിന്നെ കാറ്റടിച്ചേ ഉള്ളൂ. സൂചി ചെയ്യുമ്പോൾ സൂചിയൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൽ ഡിസ്കിൻ്റെ അത് കാണും. ഡിസ്ക് ഇതിൻ്റെ ഇത് മേറ്റ് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് വെക്കാനുള്ള ഉയരം ഈ ഇതിലില്ല. പിന്നെ കാസറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാസറ്റ് ഇവക്കകത്ത് പൊട്ടിയതായിരിക്കും, ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടാവണം. ഇത് റേഡിയോ. പിന്നെ ഇത് എവിടെയോ കിടന്നായിരിക്കണം. കുറേ കാലമായിട്ട് വർക്ക് ചെയ്യാതെ കിടന്നായിരിക്കണം. ഇത് ജർമ്മേനിയം സർക്യൂട്ടാണത്. 2 ഔട്ട്പുട്ട് ഇൻപുട്ട് ഇതൊക്കെ ജർമ്മേനിയം ട്രാൻസിസ്റ്ററാണ് ഇതിൻ്റെ അടിയിൽ വരുന്നതൊക്കെ. പിന്നെ ഇത് റിക്കോർഡറിലേക്കുള്ള ബോർഡിലേക്കുള്ള സ്വിച്ച് കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റേഡിയോൻ്റെ ഭാഗം ഉണ്ടല്ലേ. റൈറ്റ് റോഡ് കോയിൽ. ഇതിവിടെ 6 ബാറ്ററിയുടെ കണക്ഷനും വരെ ഇത് കൊടുക്കുന്നുണ്ട്. 3, 6, 9 ബാറ്ററിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഇത് സർക്യൂട്ട്, ഈ ജർമ്മേനിയം സർക്യൂട്ട് ഓഡിയോ സർക്യൂട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ശബ്ദമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ് ഡെഡാണ്. ഇപ്പോൾ ഈ ഓഡിയോ സർക്യൂട്ട് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ജർമ്മേനിയം ട്രാൻസിസ്റ്റർ ഇതിൻ്റെ അടിയിൽ വരുന്നത് 1, 2, 3, 4 ഒരു ഓഡിയോക്ക് 4 ട്രാൻസിസ്റ്റർ ജർമ്മേനിയം. അതൊക്കെ മിക്കവാറും 4ഉം തകരാറായിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ വന്ന പ്രീ ആംപ്ലിഫയറിൽ വന്ന ട്രാൻസിസ്റ്റർ ഇതെല്ലാം കണ്ടില്ലേ. ഇതൊക്കെ എത്രയോ വർഷമായി, എത്ര കാലമായിട്ട് വർക്ക് ചെയ്യാതെ കിടക്കുന്നത്. ഇതെല്ലാം എടുക്കുമ്പോൾ അതേമാതിരി ഈ പിന്നെ കപ്പാസിറ്റർ, സാനിയോൻ്റെ കപ്പാസിറ്റർ, ഇതൊക്കെ സാനിയോൻ്റെ ഒറിജിനൽ കപ്പാസിറ്റർ തന്നെയാണ്. ഈ വെള്ള നിറത്തിൽ കാണുന്ന മുഴുവൻ ഈ കപ്പാസിറ്റർ നമ്മൾ ഇപ്പോൾ ഇത് 100 MFT ആണ്. ഇതെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങാൻ കിട്ടുന്ന 100 MFT ഇതും തമ്മിൽ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. അത് പുതിയതിലും വരുന്നുണ്ട്. ഇത് തകരാറല്ലെങ്കിലും നമ്മൾ 100 MFT കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ, അതായത് മീറ്റർ റീഡിങ്ങിലെ വാല്യൂവും ഇപ്പോൾ ഇതിന്മേലുള്ള വാല്യൂ ഒറിജിനൽ നല്ല കപ്പാസിറ്റർ ആണെങ്കിലും അത് വാല്യൂ തമ്മിൽ വ്യത്യാസം. കുറഞ്ഞ ഇത് കൂടുതലായിക്കാറ് ഇതിൻ്റെയൊക്കെ വാല്യൂ, ഈ കപ്പാസിറ്ററിൻ്റെയൊക്കെ വാല്യൂ. അതിന് നമ്മൾ 100 MFT ഇതിൽ 100 ഇതിലെ 100 MFT നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ വാല്യൂ കൂടുതലാണ്. നമ്മൾ പുതിയ വാങ്ങുന്നത് കുറവാണ്. പക്ഷെ എന്നാലും വർക്കിംഗ് ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ മോട്ടർ ഇതൊന്നിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ മോട്ടറിൻ്റെ കാര്യമൊക്കെ പോയിങ്ങനെ നോക്കാനൊക്കെ ഇത് കറക്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് മെനക്കെടുണ്ട്. കാരണം അപ്പോൾ എനിക്കും പറ്റും. കാരണം വിചാരിച്ചാൽ ഞാൻ തന്നെയല്ല മെക്കാനിക്ക്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഒരു വർക്കറെ വെച്ചുകൊണ്ട് ചെയ്യുന്നവരും ഒരു ഓണർക്ക് ഇത് വളരെ പ്രയാസപ്പെടും. കാരണം വെച്ചാൽ ഇതിപ്പോൾ 1 ദിവസം 2 ദിവസം കൊണ്ടോ തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഞാനിരിക്കുന്ന എപ്പോഴും രാത്രി 9 മുതൽ രാത്രി ഒരു 1 മണി വരെയൊക്കെയാണ് എൻ്റെ പണിൻ്റെ ടൈം. പകൽ ഞാൻ എടുക്കലില്ല. അപ്പോൾ ഇത്രയും ഞാൻ എടുക്കേണ്ട ഇത് വരികയാണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം വെച്ചുകൊണ്ട് ഞാനിത് ചെയ്യും. ഏതായാലും ഞാനിത് വർക്കാക്കും. കാരണം നമ്മൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തായാലും ഞാനത് വർക്കാക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ ഇപ്പോൾ ഒരു വർക്കറെ എടുത്ത് കൊടുത്തുകൊണ്ട് ഒരു ജോലിക്ക് വെച്ചൊരു വർക്കറെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അവന് കൂലിയെടുക്കണമെങ്കിൽ മുതലാളി വേറെ പൈസ കൊണ്ടുവരേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് അതേസമയത്ത് എന്നെ പോലെയുള്ള ഈ ഇങ്ങനെ സ്വന്തമായിട്ട് പണിയെടുക്കുന്ന വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ പിന്നെ വീട്ടിലല്ല, പിന്നെ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാം. ഇതൊക്കെ സാനിയോൻ്റെ കണ്ടിട്ട് ഇതൊക്കെ തുരുമ്പ് പിടിച്ചോളൂ തോന്നുന്നു.
പിന്നെ അതാണ് ഇതിൻ്റെ സ്ഥിതി. പിന്നെ റെക്കോർഡ് പ്ലെയറിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ വീല് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു വീലുണ്ട്, അത് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ കുറച്ച് റെക്കോർഡ് പ്ലെയറിൻ്റെ മോട്ടറാണ് ഇത്. അതിൽ ഐലറിൻ്റെ റബ്ബറൊക്കെ ഉണങ്ങിക്കണം, റബ്ബറെല്ലാം ഉണങ്ങി കാണാനുള്ളത്. ഇതൊക്കെ ഇത് പൊട്ടിച്ചാൽ പൊട്ടും, എല്ലാം പൊട്ടിച്ചാൽ ഈ റബ്ബർ ഞാൻ തന്നെ ചെയ്യലാണ്. കാരണം വെച്ചാൽ നമ്മൾ പുതിയത് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞെങ്കിൽ കോഴിക്കോടൊക്കെ പോയാലേ കിട്ടുള്ളൂ. അതിന് അവർക്ക് നിലവാരമൊന്നുമില്ല. നമ്മൾ ഇതായിട്ടാണ് ചെന്ന് കഴിഞ്ഞാൽ മതി. അവർ ഇത് കാണുമ്പോൾ തന്നെ അവർ പറയും അതിന് വില ഇത് ഭയങ്കര ഡിമാൻഡാണ് കിട്ടാൻ, അങ്ങനെയാണ്. ആകെ ഞങ്ങളടുത്ത് ഒരു പീസുള്ളൂ, ഈ 2 പീസുള്ളൂ, അതിന് ഇത്രയാണ് വില. പക്ഷെ വിലൻ്റെ കാര്യമല്ല, പക്ഷെ നമുക്ക് പോക്ക് വരവ് അത് പൈസ കൂടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു പാർട്ടിക്കാരിൽ നിന്ന് എത്ര ഇതിന് വാങ്ങും? ഇതിന് ഒരു ചിലപ്പോൾ 500-600 വാങ്ങും വരും എല്ലർ വീല്. ഇത് ഉണങ്ങിയതാണ്. അപ്പോൾ ഇതേമാതിരി വീലിപ്പോൾ ഞാൻ തയ്യൽ വെച്ചാൽ ഈ റബ്ബർ പൊളിച്ച് കളഞ്ഞിട്ട് ഞാൻ തന്നെ വേറെ റബ്ബർ വെച്ച് കാണ്ട് കറക്റ്റ് റൗണ്ട് ചെയ്ത് കാണ്ട് ഇത് കൊണ്ടുവച്ച് കാണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇതുപോലും ഉണങ്ങിക്കണം. ഇതൊക്കെ ഇപ്പം നമ്മൾ ഉണങ്ങിയ വറകും ചുള്ളി പൊട്ടിച്ച മാതിരി പൊട്ടിച്ചാൽ പൊട്ടുന്നത് അത്രയൊക്കെ ഉണങ്ങിയാണതെല്ലാം. ഇതങ്ങനെ എവിടെയോ കിടന്നതാണ്, കുറേ കാലമായിട്ട് കിടന്നതാണ്, അത് ഒന്നും പറ്റാത്ത. ഇതാണ് ഈ ടേപ്പ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തായാലും ഇത് ഞാൻ റിപ്പയർ ചെയ്യാൻ, കാരണം നമ്മൾ ദൂരം തരത്തിന് നമ്മളെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അടുത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോയിക്കൂടെന്ന് പറയാം. അതുകൊണ്ട് ഞാനത് ചെയ്യും. അത് ഇത്രയും കാര്യമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അല്ല ഈ കുട്ടി